ആരൊക്കെയായിരിക്കും ആ 7 പേർ? ഒന്നുത്തമനായിരിക്കും. ഉത്തമനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇന്ത്യ മുഴുവൻ അറിഞ്ഞു കാണും. ആരാ വരുന്നേ? ഇതാരാ? ഈശ്വര, അവനിപ്പോ ചോദിക്കും. നമസ്കാരം സാർ. നമസ്കാരം. എന്നാ പോട്ടെ. ഭാഗ്യം, അവൻ അറിഞ്ഞിട്ടില്ല. അധികമാരും അറിഞ്ഞിട്ടില്ല. രാജപ്പനല്ലേ വരുന്നത്. ഉത്തമൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജപ്പനും അറിയും, ഉറപ്പ. മോഹനകൃഷ്ണൻ സാർ എന്താ വൈകിയോ? അപ്പൊ രാജപ്പനും അറിഞ്ഞിട്ടില്ല. ഇന്നലെ വേലായുധന്റെ കടയിൽ എന്തായിരുന്നു പ്രശ്നം? ഒരു പ്രശ്നമില്ല. അവന് മര്യാദ അറിയില്ല. നാട്ടിൽ വേറെ കടയില്ലാഞ്ഞിട്ടല്ലല്ലോ അവൻ്റെ അടുത്ത് പോകുന്നത്. മുറുക്കാൻ കിട്ടുന്നത് അവിടെ ഉള്ളൂ. ഇന്നലെ ഞാൻ ചെന്നൊരു മുറുക്കാൻ ചോദിച്ചു. അവൻ 2 വെറ്റില എടുത്തു തന്നു. നോക്കിയപ്പോ ചുണ്ണാമ്പ് കാണാനില്ല. ഞാൻ ചോദിച്ചു, ഇത്തിരി ചുണ്ണാമ്പ് തരുവോ വേലായുധാന്ന്. അവനത് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ? ചുണ്ണാമ്പ് അവിടെ ഇരിപ്പുണ്ട്, കണ്ടുകൂടെ എന്നൊരു ചോദ്യം. അത് പറഞ്ഞാ പോരെന്ന് ഞാൻ വഴക്കായി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഇത്തിരി ചുണ്ണാമ്പ് ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഞാൻ കള്ളിയങ്കാട്ട് നീലിയൊന്നും അല്ലല്ലോ ഒന്ന്. ഉടനെ അവനൊരു ചോദ്യം, നീലിയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുന്നോന്ന്. സത്യം പറയാലോ, നീലി എന്ന് പറഞ്ഞപ്പോ അവനൊന്ന് പേടിച്ചു. ബോധം കെട്ട് വീഴാത്തത് ഭാഗ്യം. കൊറേ നേരമായി നീ നിന്ന് ആളാവുന്നു. ഇന്നലെ അബദ്ധത്തിൽ ഒരു സാരി കണ്ട് ഞാൻ പ്രേതമാണെന്ന് പറഞ്ഞ് വീടുന്നുള്ള നേരാ. പക്ഷെ ബോധം പോയിട്ടൊന്നുമില്ല. അല്ല സാറേ, ഒന്നും പറയണ്ട. നിന്റെ പോക്കുവരവുള്ള അപേക്ഷ എന്റെ മേശപ്പുറത്തായിരിക്കുന്നത്. പോക്കുവരവ് നടന്നു തന്നെ. ആഹാ, അഹങ്കാരി. ഇതൂടെ ഇങ്ങർക്ക് എന്റെ കാഞ്ഞന സാറേ, സിനിമ പകുതിയായപ്പോ എനിക്ക് തോന്നി കാണണ്ടായിരുന്നു. ഇറങ്ങിപ്പോയാലോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചതാ. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന കണ്ട ആളുകൾ ചിരിക്കില്ലേ? എനിക്ക് ഈ അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് പ്രഭേ. പണ്ട് ഇതുപോലൊരു ഏതോ ഇംഗ്ലീഷ് സിനിമ, പേര് ഞാൻ ഓർക്കുന്നില്ല. പ്രഹ്ലാദൻ ചേട്ടനാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമ എന്ന് കേട്ട മരിക്കും. അത്രയ്ക്കിഷ്ട. കൂടെ പോവാതിരിക്കാൻ പറ്റുമോ? സിനിമ തുടങ്ങി കുറച്ചെന്ന് കഴിഞ്ഞപ്പോ അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി. എവിടെ നോക്കിയാലും പ്രേതം. ടാപ്പ് താനി തുറക്കുന്നു, വെള്ളത്തിന് പകരം ചോര വരുന്നു, ലൈറ്റ് തെളിയുന്നു, കെടുന്നു, ഭീകര ശബ്ദവും. സത്യം പറഞ്ഞ പേടിച്ച് ചാകാതെ അവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയൂ. അതിനുശേഷം ഞാൻ ആ പരിപാടിക്ക് പോയിട്ടേയില്ല. ഇനിമേലെ ഞാനും ഇല്ല കാഞ്ഞന സാറേ. വെറുതെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് പേടിക്കുന്ന എന്തിനാ? കൊച്ചു വർത്താനം പറഞ്ഞു നിന്നാ പോരാ, ജോലി ചെയ്യണം. ജോലി ചെയ്യായിരുന്നു സാർ. അത് ഞാൻ കണ്ടു. രണ്ടുപേരും കൂടി നിന്ന് ആരെയോ പറ്റി പരദൂഷണം പറയുകയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ജോലി ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞത്. സാർ എന്തിനാ അനാവശ്യം പറയുന്നത്? ഞങ്ങൾ ഒരു പരദൂഷണം പറഞ്ഞില്ല. 2 പെണ്ണുങ്ങൾ കൂടിയാൽ പരദൂഷണമല്ലാതെ പിന്നെ വേറെന്താണ് പറയാനുള്ളത്? ഡ്രാക്കുളയെ പറ്റി പറയുന്നത് പരദൂഷണാണോ? ഓ, പാവയവരെയും വിളിച്ചു. എന്താ സാറൊന്നും പറയാത്തത്? ഞങ്ങളെ ഡ്രാക്കുളയെ പറ്റിയാ പറഞ്ഞോണ്ടിരുന്നത്. നീ എന്താ രാവിലെ വില്ലേജ് ഓഫീസർ വന്ന് വില്ലേജ് ഓഫീസറെ കളിയാക്കുന്നു? സ്വയം പ്രഭ, ഞാൻ വില്ലേജ് ഓഫീസറും നീ വെറും ഒരു LD ക്ലർക്കുമാണ്. സാർ എന്തിനാ ചൂടാവണത്? ഞാൻ സാറിനെ കളിയാക്കിയില്ലല്ലോ. അതുള്ള ഡ്രാക്കുള എന്ന് പറഞ്ഞ കളിയാക്കലാവുന്ന എങ്ങനെയാ? സാറേ, അതൊരു ഇംഗ്ലീഷ് നോവലാ. നോവലിന്റെ പേര് പറഞ്ഞ കളിയാക്കലാവോ?
കാഞ്ചനെ വേണ്ട. ഇത് ഒരു സർക്കാർ ഓഫീസാണ്. ഇവിടെ പ്രേതത്തിന്റെയോ ഭൂതത്തിന്റെയോ കഥയും പറഞ്ഞുകൊണ്ട് വന്ന എന്റെ സ്വഭാവം നിങ്ങൾ അറിയും. ഓ സാറേ, ഡ്രാക്കുള എന്ന് പറഞ്ഞ മേലിൽ ഡ്രാക്കുള എന്നൊരു പേര് ഈ ഓഫീസിൽ കേട്ട നിങ്ങൾ റുമേനിയയിൽ ജീവിച്ചിരുന്ന ഒരു ഡ്രാക്കുളയെ പറ്റി കേട്ടിട്ടുണ്ടാവും. കാന്തല്ലൂരിലെ ഒരു ഡ്രാക്കുളയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കും. ആഹാ, കളി വില്ലേജ് ഓഫീസ് എടുത്തോ. അഹങ്കാരികൾ. സാർ, സാറ് കാണണമെന്ന് പറഞ്ഞു എന്ന് കാഞ്ചന സാറ് പറഞ്ഞു. ആ ചെന്താമരാക്ഷന്റെ പിന്തുടർച്ച സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ കിട്ടിയിട്ട് ദിവസം എത്രയായി? ഞാൻ അയാളുടെ വീടിനടുത്ത് പോയി ഒരു അന്വേഷണം നടത്തണമെന്ന് ശിശുപാലനോട് പറഞ്ഞല്ലേ? സാറേ, സാറ് പറയുന്ന പോലെ അന്വേഷിക്കാൻ പറ്റില്ല. അതെന്താ? ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ അവകാശി സർട്ടിഫിക്കറ്റിനായി തഹസിൽദാരുടെ അടുത്ത് പോയി കഴിഞ്ഞാലുള്ള നടപടിക്രമങ്ങളല്ലേ ഇതൊക്കെ? മരിച്ചുപോയ ആൾക്ക് നിയമപരമായിട്ടോ അല്ലാതെയോ വേറെ ഭാര്യയോ മക്കളോ ഉണ്ടെന്ന് അന്വേഷിക്കണം. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ചെന്താമരാക്ഷന്റെ കാര്യത്തിൽ അത് പാടാ. എന്ത് പാട്? നേരെ ചെന്താമരാക്ഷന്റെ വീടിനടുത്ത് ചെല്ലുക. അതിനടുത്തുള്ള ഒരു 10 വീട് നോക്കി വെക്കുക. ആ വീടുകളിൽ എവിടെയെങ്കിലും ചെന്താമരാക്ഷന്റെ അച്ഛന്റെ പ്രായമുള്ള ആളുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അവരോട് ചെന്താമരാക്ഷന്റെ അച്ഛനെ പറ്റി അന്വേഷിക്കണം. അത്രേ വേണ്ടൂ. അതും എനിക്കറിയാം. പക്ഷേ ജീവിച്ചിരുന്നപ്പോഴേ പ്രശ്നക്കാരനായിരുന്നു ചെന്താമരാക്ഷന്റെ തന്ത. അയാളെ അന്ന് നാട്ടുകാർ വിളിച്ചിരുന്നത് ഡ്രാക്കുള പുരുഷു എന്നാ. പുരുഷു ചത്തു കഴിഞ്ഞ് ആത്മാവായിട്ട് ആ ഭാഗത്തൂടെ നടക്കുന്നുണ്ടെന്നാ കേട്ടത്. രാത്രി അതുവഴി പോയ പലരും പേടിച്ചു. ഇനിയിപ്പോ അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്നറിയാൻ ഞാൻ ആ ഭാഗത്തൂടെ പോയാൽ പുരുഷു എന്നെ വെറുതെ വിടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാറിന് പ്രേതത്തെ പേടിയില്ലായിരിക്കും. ഭയങ്കര ധൈര്യശാലിയല്ലേ? പക്ഷെ എനിക്ക് പ്രേതത്തെ പേടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാ. ഒടുവിൽ ഡ്രാക്കുള പിടിച്ച് ശിശുപാലൻ മരിച്ചു എന്ന് നാട്ടുകാർ പറയും. ആഹാ, നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട് എന്നെ കളിയാക്കിയാൽ ഒന്നും വരാനില്ലെന്ന്. പക്ഷെ നേരിട്ട് കളിയാക്കാൻ ധൈര്യമില്ലാത്ത നിങ്ങൾ രാവിലെ പോലെ ഓരോ കഥകൾ ഉണ്ടാക്കി ഡ്രാക്കുള ഡ്രാക്കുള എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ശ്രദ്ധിക്കുന്നത് കരുതരുത്. ഡ്രാക്കുള പോലും ഡ്രാക്കുള. ഈ ഡ്രാക്കുളയുടെ കഥ നിങ്ങളോട് പറഞ്ഞ ആരാണെന്ന് എനിക്കറിയാം. അവക്കെ വച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു വെള്ളസാരി കണ്ട് ഞാൻ പേടിച്ച് ബോധം കിട്ടുന്ന നേരാ. അത് ലോകം മുഴുവൻ പറഞ്ഞിട്ടുള്ളതാ. അതും പറഞ്ഞ് എന്നെ കളിയാക്കിയുണ്ടല്ലോ. വെള്ളസാരിയെ കണ്ട് പേടിച്ചോ? ശിശുപാല, വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഇങ്ങനൊരു സംസാരം ഇനി ഈ ആഫീസിലുണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ പ്രഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ ധൈര്യശാലിയായ മോഹനേഷ് സാറ് ഒരു വെള്ള സാരി കണ്ടപ്പോ പേടിച്ചു. അപ്പോൾ ഡ്രാക്കുള കണ്ട പ്രഭ പേടിക്കാതിരിക്കോ? കാഞ്ചനെ വേണ്ട. നിങ്ങൾ എല്ലാരും കൂടി ഡ്രാക്കുള 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 എന്ന് 1000 പ്രാവശ്യം പറഞ്ഞാലും ഈ മോഹനേഷിന് പുല്ല. ഓഹോ, ഇങ്ങോട്ട് മാറിക്കൂ. അപ്പൊ ഇതാണ് കാര്യം.